പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ദുഃഖറന തിരുനാളാണ്. സഭയിലെ അപ്പോസ്തലിക് മേജർ ഫീസ്റ്റാണ്. എല്ലാവർക്കും തോമസ് അപ്പോസ്തലൻ്റെ തിരുനാൾ ആശംസകൾ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. തമാശ്രീയുടെ തിരുനാൾ ആഘോഷിച്ചുകൊണ്ട് അപ്പോസ്തലൻ ഈ മണ്ണിൽ ചിന്തിയ രക്തത്തിൻ്റെ ശക്തി ഞങ്ങളുടെ സഭാത്മക ജീവിതത്തിൽ പടർന്ന് ഇനിയും കർത്താവിനെ അറിയിക്കുവാനും അറിഞ്ഞവരെ ആഴപ്പെടുത്തുവാനും സുവിശേഷ ജീവിതം കൊണ്ട് സാക്ഷ്യം വഹിക്കുവാനും അങ്ങയുടെ മക്കളെ നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിൻ്റെ കുടുംബം ആശീർവദിക്കപ്പെടട്ടെ. നീ ഏത് കുടുംബത്തിൽ പ്രവേശിച്ചാലും ആ ഭവനത്തിന് സമാധാനം ആശംസിക്കണമെന്നുള്ള കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ആശംസിക്കുന്ന സമാധാനം ഇത് പങ്കെടുക്കുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഓരോ മക്കളും അവരേത് ദാരുണമായ അവസ്ഥയായാലും ഈ സമാധാനത്തിന് അവകാശമാക്കാൻ
പരിശുദ്ധ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ നിനക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥത ചെയ്യുന്നു. ഈ കാര്യങ്ങളെല്ലാം നീ നൽകിയിട്ടുള്ള അനേകം അനുഗ്രഹങ്ങളുണ്ട് ഈശോയെ. നീ മാറ്റിയ ഒത്തിരി ജീവിത തടസ്സങ്ങളുണ്ട് കർത്താവേ. അതെല്ലാം നന്ദിയോടെ ഇപ്പോഴും ഞങ്ങൾ ഓർക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ അധ്വാന മേഖലകളിൽ, ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരെത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാൻ പകച്ചു നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്രകൾ, നിൻ്റെ ജോലികൾ, നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന, അത് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന, അത് ഓർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, സങ്കടം വരും. അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നല്ലോ. പല കാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിന് വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും, പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും. ഇങ്ങനെയുള്ള ജാർഗൻസ്, ചണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. അത് പരിഹരിക്കാൻ, അത് അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവ് നിന്നിലേക്ക് ചൊരിയട്ടെ. കല്യാണം വർഷങ്ങൾ കഴിഞ്ഞിട്ടും കല്യാണം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ, ഇടക്കിടക്ക് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് തണുത്തു പോകുന്നവർ, ആറിപ്പോവിനെ ചൂടാക്കുകയും വാടിപ്പോയിനെ നനച്ചു കളിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിവർഷം നിൻ്റെ ആത്മാവിൽ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസനത്താലെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിൻ്റെ യാത്രകൾ ആശ്രയിക്കപ്പെടട്ടെ, നിൻ്റെ ചിന്തകൾ ആശ്രയിക്കപ്പെടട്ടെ. നിൻ്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ ഇച്ഛാശക്തിയ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിൻ്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിൻ്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, അഥവാ ചില മക്കൾ ഡിപ്രഷൻ ആയിരിക്കുന്നവരുണ്ട്, ചില മക്കൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട്, ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട്, വീട്ടിൽ തന്നെ കുത്തി കറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥ അവരുടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി, ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോളേജിൽ നിനക്ക് വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം തീരുമാനം എടുക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ഫയർ ഫിംഗർ സോക്ക് വിത്ത് പ്രഷ്യസ് ബ്ലഡ് ലോർഡ് ഇൻ പീസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. മനസ്സിന് സുവിശേഷത്തിൻ്റെ ശക്തി വാരിക്കോരി ചൊരിയുന്ന അസുലഭമായ ആവേശത്തിൻ്റെ അഭിഷേക ദിവസമാണ് ഈ സെൻറ്റ് തോമസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് ചിന്തയിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം സെൻറ്റ് തോമസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സെൻറ്റ് പീറ്ററും സെൻറ്റ് തോമസും പലപ്പോഴും, അതുപോലെ തന്നെ അപ്പോസ്തലൻ അല്ലെങ്കിൽ പോലും സെൻറ്റ് സെബാസ്റ്റ്യൻ, ഇവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ എൻ്റെ ആധ്യാത്മികത എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഞാൻ സെൻറ്റ് പൗലോസ് അപ്പോസ്തലനെ പഠിക്കുന്നത് പോലും സെൻറ്റ് തോമസിലൂടെയാണ്. അതെന്താണെന്നറിയാമോ? ഒരിക്കൽ ഞാനിങ്ങനെ സെൻറ്റ് തോമസിനെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് തോമസിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആര്യപ്പെട്ടു. പൗലോസ് സെൻറ്റ് തോമസ് നമ്മൾ കണ്ടു കാണത്തില്ല, പക്ഷേ ട്രഡീഷണൽ ബേസിൽ എന്തെങ്കിലും, അതായത് ഈ നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ? യോഹന്നാന്റെ 11:16 ദിദിമോസ് എന്ന തോമസ് അപ്പോൾ, ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അപ്പം ഇതൊരു കോൺഷ്യസ് ആണ് ശരിക്കും. പാഷൻ കോൺഷ്യസ് കർത്താവിന് ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു. കർത്താവിൻ്റെ പീഡാസകനെക്കുറിച്ച് കർത്താവിനൊരു ബോധം ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ്റ് തോമസിന് ഒരു പാഷൻ കോൺഷ്യസ് ഉണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ
സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ്? സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക. ഇത് ആദിമസഭയെ ശരിക്കും പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യ സഭയ്ക്കുണ്ടായിരുന്ന അപ്പോസ്തലിക വിശ്വാസാനുഭവമാണ്. എന്താ കാര്യം? പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയണത്. പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. എന്താ കാര്യം? അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തി ബിഷപ്പാണല്ലോ. തിമോത്തി ബിഷപ്പിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻറ്റ് തോമസിൻ്റെ മാതൃകയാണ്. എന്താണ്? ബിഷപ്പ്മാരെന്ന് അന്നത്തെ ബിഷപ്പ്മാരെന്ന് പറയുമ്പോൾ, അതായത് ബിഷപ്പ്മാരെ ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കിയേ, അത് തന്നെ സംഭവം. ആദിമസഭയിലെ അവസ്ഥയാണ്. ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവൻ എപ്പോഴായാലും അവന് ജീവൻ പോകും. അതുകൊണ്ട് എന്ത് പറ്റി? സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന അരപ്പട്ട കെട്ടുന്നത്. ഇപ്പോൾ സെൻറ്റ് തോമസ് പൗലോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പട്ട കെട്ടുമ്പോൾ പറയണ ഒരു ഉപദേശമുണ്ട്. തിമോത്തി, ഇതെന്തിൻ്റെ അടയാളമാണെന്നറിയാവോ? നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ. പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തോമസ് അപ്പോസ്തലനാണല്ലോ അത് പറഞ്ഞിരിക്കണത്, പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ? നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. എന്താ കാര്യം? തോമസിന് അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടുമെന്ന്. അതാണ് ആ തോമസിൻ്റെ ഉപദേശമാണ് തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ ബിഷപ്പിന് അരപ്പട്ട കെട്ടുമ്പോൾ ഉപദേശമായി കൊടുക്കുന്നത്. ഭയങ്കരമാണ് ഈ വചനം. ഇതെല്ലാം രഹസ്യങ്ങളാണ് മക്കളെ. 2 തിമോത്തി 2:11. ഈ വചനം വിശ്വാസയോഗ്യമാണ്. തോമസ് അപ്പോസ്തലന്റെ ഈ വചനം വിശ്വാസയോഗ്യമാണ്. നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ. തോമസ് അപ്പോസ്തലന്റെ വചനമാണല്ലേ ഇത്. അതാണത് യോഹന്നാൻ 11:16. എന്താണ്? നമുക്കും പോയി അവനോട് മരിക്കാം. ആ വചനം വിശ്വാസയോഗ്യമെന്നാണ് പറയണത്. അപ്പോൾ ആരുടെ വചനമാണ് വിശ്വാസയോഗ്യം? സെൻറ്റ് തോമസിൻ്റെ വചനമാണ് വിശ്വാസയോഗ്യം. എന്താ കാര്യം? സെൻറ്റ് തോമസിന് അറിയാമായിരുന്നു അവനോടുകൂടി മരിച്ചെങ്കിൽ അവനോടുകൂടി നേടുമെന്ന്. അതാണ് പൗലോസ് അപ്പോസ്തലൻ തിമോത്തിക്ക് കൊടുക്കുന്ന അഭിഷേക ഉപദേശം. എന്നോട് വായിച്ചത്, നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ. നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോടുകൂടി ജീവിക്കും. അപ്പം ജീവിക്കും എന്നുള്ളതല്ല പ്രാധാന്യം, മരണത്തിനല്ല പ്രാധാന്യം. മരണത്തിനല്ല പ്രാധാന്യം. ക്രിസ്തുവിലായിരിക്കുന്നവൻ ജീവിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം, മരണത്തിനല്ല. മരണം ഒരു മാർഗമാണ്. ജീവിതം ഒരു ലക്ഷ്യം. ജീവിക്കുക എന്നുള്ളത്, നിത്യമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എല്ലാ അംഗങ്ങളിലും ശ്വാസനിശ്വാസങ്ങളിലും സൂക്ഷിച്ച അപ്പോസ്തലനാണ് സെൻറ്റ് തോമസ്. എല്ലാ അഭിവാദനങ്ങളോടും കൂടി നിങ്ങൾക്ക് സെൻറ്റ് തോമസിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ അഭിവാദനം നൽകുമ്പോഴേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ, മരിച്ച് ജീവിക്കാൻ പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ്. എല്ലാം ഓർക്കുകയും എന്തിനെ അതിജീവിക്കാനുള്ള അഗ്നി ആവഹിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട തിരുസഭയുടെ അംഗമാകാൻ ജീവിക്കാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എതിരേൽക്കാം. പ്രൈസ് ദി ലോർഡ്.